കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയനാട് മാടമ്പള്ളി ഉന്നതിയിലെ മാരന്റെ കുടുംബത്തെ സന്ദർശിച്ച LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ, പുൽപ്പള്ളി ഏരിയ സെക്രട്ടറി ബൈജു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മാടപ്പള്ളി ഉന്നതിയിൽ കടുവ ആക്രമണത്തിൽ മരിച്ച മാരന്റെ കുടുംബത്തെ LDF കൺവീനർ TP രാമകൃഷ്ണൻ സന്ദർശിച്ചു. മാരന്റെ കുടുംബത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ ചോദിച്ചറിഞ്ഞ അദ്ദേഹം കുടുംബത്തെ ആശ്വസിപ്പിച്ചു. മാരന്റെ കുടുംബത്തിന് വീടും സ്ഥലവും ഉന്നതിയിലെ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് തൊഴിലും ഉറപ്പിക്കുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ 2 മക്കളാണുള്ളത്, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. അയാളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് 2 കുട്ടികളുണ്ട്. അവർ കുടുംബമായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം ജീവിതത്തിന് ഒരു സംരക്ഷണം കിട്ടത്തക്ക നിലയിലുള്ള നിലപാടെടുക്കണം. ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഈ നഴ്സിംഗ് പരിശീലനം ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികളുണ്ട്. അതുപോലുള്ള കുട്ടികൾക്കൊന്നും ജോലി ലഭിക്കുന്നില്ല എന്നുള്ള പ്രയാസം അവർ നേരിടുകയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും, ഇവർക്ക് തൊഴിൽ എങ്ങനെ ഉറപ്പുണ്ടാക്കാൻ കഴിയും, പഠിക്കുന്ന ആളുകൾക്ക് കുട്ടികൾക്ക് ഉള്ള മറ്റ് ഭാവി പഠനത്തിന് സഹായകരമായ നിലപാട്, ഇതെല്ലാം തീരുമാനമെടുക്കേണ്ടതുണ്ട്. കടുവ ഭീതി ഇല്ലാതാക്കാൻ വനം വന്യജീവി നിയമം മാറ്റാനായി നിയമസഭയിൽ ബിൽ പാസ്സായെങ്കിലും കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പ്രശ്നം വെച്ചാൽ നിലവിലുള്ള നിയമങ്ങൾ ഇതുപോലുള്ള വന്യമൃഗശല്യങ്ങൾ തടയാൻ പര്യാപ്തമാകുന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള ഗവൺമെൻറ് ഒരു പ്രത്യേക നിയമം ഈ വന്യമൃഗ ആക്രമണത്തെ തടയുന്നതിന്, അതുവഴി നമ്മുടെ ജനങ്ങളുടെ ജീവനും അവരുടെ കൃഷിക്കും സംരക്ഷണം നൽകുന്നതിനുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. കേരള ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിന് അംഗീകാരം ലഭിച്ചിട്ടില്ല. നിയമസഭ പാസ്സാക്കിയ നിയമത്തിന് അംഗീകാരം ലഭിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ എടുത്തു നിൽക്കുന്നുണ്ട്. ഈ വന്യമൃഗശല്യം തടയുന്നതിന് സ്വതന്ത്രമായി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇടപെടാൻ കഴിയണം. അതിന് പറ്റാവുന്നൊരു നിയമനിർമ്മാണമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള. ആ നിയമത്തിന് കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ശക്തമായിട്ട് ഇടപെടാൻ കഴിയും. ഉന്നതിയിലെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കൈരളി ന്യൂസ്, വയനാട്.